ഖമനയുടെ കാര്യത്തിൽ എന്ത് മാസ്റ്റർ പ്ലാൻ ആണ് ഇസ്രായേൽ സ്വീകരിച്ചിരിക്കുന്നത്? ഖമനൈ ജീവനോടെ ഉണ്ടോ, തീർന്നോ? ഒരു ചാരവനിത, ഇസ്രായേലിന്റെ ചാരവനിത കുറെ നാൾ അവിടെ കിടന്ന് കറങ്ങി. ജൂത വനിതയെ പേടിച്ചിപ്പോ വല്ലാത്തൊരു അംഗവലാപ്പിലാണ് ഇറാൻ. മൊസാദിന്റെ ചാരന്മാർ മുഴുവൻ ഇറാൻ വളഞ്ഞു എന്നാണ് പറയുന്നത്. എന്താണ് ഇനി ഇസ്രായേലിന്റെ പ്ലാൻ? ഖമനൈ ജീവനോടുണ്ട്, ഉണ്ട്. ആ കാര്യത്തിൽ തീർച്ചപ്പെടുത്തി. അദ്ദേഹം ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം പുറത്തു വന്നിട്ട് രാജ്യത്തെ അഭിസംബോധന ചെയ്തു. എന്നിട്ട് ഇറാന്റെ വിജയം പ്രഖ്യാപിച്ചു. 627 പേര് മരിച്ചു, ഇറാൻ വിജയിച്ചു. അപ്പൊ പാകിസ്ഥാനെ പോലെ തന്നെ. അതെ, പഹൽഗാമിൽ നമ്മളുമായിട്ട് തോറ്റ് തുന്നം പറ്റിയിട്ട് അവിടെ ആഘോഷം നടത്തി ജയിച്ചെന്ന് പറഞ്ഞു. അതായത് സ്കോർ ബോർഡ് ഇങ്ങനെയാണ്, അങ്ങനെ പറയുന്നത് മോശമാണ്. മനുഷ്യർ മരിച്ച രണ്ടിടത്ത് മരിച്ചാലും നമുക്ക് സങ്കടം തന്നെയാണ്. പക്ഷെ ഇപ്പോഴത്തെ ഇതനുസരിച്ച് ഇറാനിൽ 627 പേരാണ് മരിച്ചത്, കൊല്ലപ്പെട്ടത്. ഇസ്രയേൽ 28 പേരാണ് മരിച്ചത് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടത്. പക്ഷെ ഇറാൻ വിജയം ആഘോഷിച്ചു. അവര് പറയുന്നത് അല്ലേ, ഞാനൊന്ന് പറഞ്ഞ് പൂർത്തിയാക്കട്ടെ, അവസരം തരൂ പ്ലീസ്. അപ്പോ ആയിക്കോട്ടെ. അപ്പോ ഇയാള് പറയുന്നത് ഞങ്ങളാണ് വിജയിച്ചത്. കാര്യം ഇവര് പറയുന്ന പോലെ ഞങ്ങളുടെ ആറ്റോമിക് സംവിധാനങ്ങൾക്കൊന്നും ഒരു കേടുപാടും പറ്റിയിട്ടില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എല്ലാം പെരുപ്പിച്ചു പറയുകയാണ്. അല്ലാണ്ട് ഇവിടെ ഒരു ചുക്കും ചുണ്ണാമ്പും ഉണ്ടായിട്ടില്ല എന്നാണ് ഖമനൈ പറഞ്ഞത്. ഇത്രയും പറഞ്ഞിട്ട് ഖമനൈ നേരെ എങ്ങോട്ട് പോയി? ബങ്കറിലേക്ക് പോയി. പഴയ പോലെ തന്നെ പോയി. ഒരു സാധനത്തിൽ ഇങ്ങനെ കയറിയിരിക്കുമ്പോ അതിങ്ങനെ മുകളിലോട്ട് കൊണ്ടുവരും, പറഞ്ഞു തീരുമ്പോ ആ സാധനം താഴോട്ടാവും. CID മൂസയിൽ പറയുന്നില്ല, ഞാൻ പോയി കഴിഞ്ഞ ശേഷം ഞാൻ തന്നെ ഇത് കഴുകി വെക്കും. ഈ ഗ്ലാസ്സുകള് അത് കഴിവാൻ വിഷയം തന്നെ വരും. അല്ല, നിങ്ങൾ പോയ ശേഷം ഞാൻ തന്നെ എടുത്ത് കഴുകും. അല്ല, എന്ന് പറഞ്ഞ പോലെ ഖമനൈ അത്രയും പറഞ്ഞതിന് ശേഷം പിന്നെ ആളെ കണ്ടിട്ടില്ല. ഇങ്ങനെ പല മെഴുക് പ്രതിഭ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബോഡി ഡബിൾ എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. ഇവ സിനിമാക്കാരനാണ്. കാര്യം ബോഡി ഡബിൾ എന്ന് വെച്ചാൽ എന്തോടാ? അതായത് ഇപ്പോൾ ഒരാൾ യഥാർത്ഥത്തിലുള്ള അയാളുടെ മറ്റൊരു പ്രതിരൂപം, രണ്ട് മനുഷ്യരായിരിക്കും, അയാളെ പോലെ കാഴ്ചയിലൊക്കെ അതേപോലെ തന്നെ ഇരിക്കും. അങ്ങനെയുള്ള പണ്ട് സദാം ഹുസൈൻ്റെ കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പറയുന്നു. ഖമനൈക്ക് അങ്ങനെ ഉണ്ടാകുന്ന അറിയില്ല. ഏതായാലും ഇത്രയും പറഞ്ഞതിന് ശേഷം ഖമനൈ ഇപ്പോൾ മാളത്തിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇസ്രയേലിന്റെ പ്രതിരോധ വകുപ്പ് മന്ത്രി ഇപ്പോൾ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഖമനൈയെ ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്. മുമ്പൊന്ന് നോക്കി വെച്ചതാണ്, പക്ഷേ ജസ്റ്റ് മിസ്സായി. എന്നിട്ട് അയാൾ നേരെ ബങ്കറിലോട്ട് പോയി. അപ്പോഴാണ് നമ്മൾ അയാളെ തട്ടുന്ന പരിപാടി തൽക്കാലം വേണ്ടാന്ന് വെച്ചത്. പക്ഷെ ഇപ്പോൾ അയാൾ എവിടെയുണ്ടെന്ന് നമ്മുടെ മുമ്പിലുണ്ട്. വേണമെന്ന് വിചാരിച്ചാൽ തട്ടും. ഈ ബങ്കറൊക്കെ നിർമ്മിക്കാൻ ഒരുപാട് പൈസയൊക്കെ ചിലവാവില്ലേ? ബങ്കർ നിർമ്മിക്കാൻ പൈസയേക്കാൾ ഉപരി ബുദ്ധിയാണ് വേണ്ടത്. പൈസ മാത്രം പോലെ. ഇതിന്റെ വേറെ തലാണ് ഞാൻ ഇത് നോക്കി കാണുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖമനൈ അവിടുത്തെ ഒരു വലിയ നേതാവ്. ഒരു യുദ്ധം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വിജയിച്ചു എന്ന് പറയാൻ, അയാൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് അറിയിക്കാൻ കൂടി അയാൾ വരുന്നു, അവിടുത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. അയാൾ ഒരു മത നേതാവ് കൂടിയാണല്ലോ അവിടുത്തെ. സ്വാഭാവികമായിട്ടും ഒരു മത നേതാവ് കൂടി ആകുമ്പോൾ അയാൾ വന്നിട്ട് നമ്മളാണ് യുദ്ധത്തിൽ ജയിച്ചത് എന്ന് പറഞ്ഞിട്ട് ഒരു സമൂഹത്തിനോട് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന സ്പിരിറ്റ് ഭയങ്കരമാണ്. അതെ, ഉറപ്പല്ലേ. അതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഈ മനുഷ്യൻ ഇപ്പോൾ കയറി വന്നത്. വീണ്ടും തിരിച്ച് ബങ്കറിലേക്ക് പോയി, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളൊരു സൂചന കൃത്യമായിട്ട് അവർ കൊടുക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, പക്ഷേ ഇസ്രയേൽ പ്രതിരോധ വകുപ്പ് മന്ത്രി ഒരു ഉദാഹരണം ചേർത്താണ് ഈ കഥ പറയുന്നത്. അതായത് ഹിസ്ബുള്ളയുടെ ഒരു നേതാവുണ്ട്, ഹസൈൻ നസറുള്ള. അയാൾ ഇതേപോലെ ബങ്കർ ജീവിതമായിരുന്നു. പക്ഷേ ഏതോ ഒരു സമയത്ത് മൂത്രമൊഴിക്കാനോ മറ്റോ പുറത്തോട്ട് വന്നപ്പോൾ അയാൾ തീർന്നു ഡ്രോൺ ആക്രമണത്തിൽ. ഇതിന്റെ ഇടയിൽ നിന്നൊക്കെ പറക്കി എടുത്തോണ്ടാ വന്നത്. ഡ്രോൺ ആക്രമണത്തിൽ തീർന്നു. അപ്പോൾ ഈ പറയുന്ന ഹസൻ നസറുള്ളയുടെ ജീവിതം ഖമനൈ ഒന്ന് ഓർത്തു വെച്ചോ എന്നാണ് പറഞ്ഞേക്കുന്നത്. എത്ര കാലം ഇങ്ങനെ ഒളിയിടത്തിലിരിക്കും? ഏതെങ്കിലും ഒരു അവസരത്തിൽ പുറത്ത് വന്നല്ലേ പറ്റൂ. ഇത്തിരി സൂര്യപ്രകാശം ഏൽക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നാതിരിക്കില്ലല്ലോ. ജീവനക്കാരുടെ വലുതല്ലല്ലോ സൂര്യപ്രകാശം. അപ്പൊ ഇപ്പോ അയാൾ നേരത്തെ പറഞ്ഞതുപോലെ അയാൾ കഴിയുന്ന ഒളിസങ്കേതത്തിൽ വൈദ്യുതി ബന്ധമില്ല, ടെലിഫോൺ കണക്ഷൻ ഇല്ല, നാട്ടിൽ നടക്കുന്ന എന്താണെന്ന് അയാൾക്ക് കൃത്യമായിട്ട് അറിയില്ല. കുറച്ച് അനുയായികൾ അയാളെ സംരക്ഷിച്ച് കാവലായിട്ടുണ്ട്. മറ്റേ ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ കുറച്ച് സൈനികർ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടെന്നാണ് പറയുന്നത്. അവരാണ് അയാൾക്കൊണ്ട് സുരക്ഷ ഒരുക്കുന്നത്. പക്ഷേ ഈ യുദ്ധമൊക്കെ ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് ഇയാൾ ഈ സൈനിക നേതാക്കൾക്ക് വേണ്ട നിർദ്ദേശവും കൊടുത്തിട്ട് ഇയാളുടെ സ്വന്തം ശരീരം രക്ഷിക്കാനായിട്ട് അവിടുന്ന് സ്കൂട്ടായി നേരെ ഒളിമാളത്തിൽ പോയിരുന്നു. പക്ഷെ ഇത്രയൊക്കെ വിരോധം പറഞ്ഞാലും ഇസ്രായേലിന് ഇനി അടുത്ത ഒരു യുദ്ധത്തിനുള്ള ശേഷിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 40,000 കെട്ടിടങ്ങൾ ഒരു ഏരിയ മുഴുവൻ ഇല്ലാണ്ടായി. 10,600 ആളുകളെ മാറ്റി പാർപ്പിച്ചു. ഇപ്പം ജീവിക്കാൻ വകയില്ല.
കെട്ടിടങ്ങളില്ല, പിരിവെടുക്കുക. ഇതില്ല എന്ന് പറഞ്ഞിട്ട് ബക്കറ്റ് പിരിവ്, ഇസ്രായേലിന്റെ വക ബക്കറ്റ് പിരിവ് തുടങ്ങി. പിരിവ് തുടങ്ങി. ആ പിരിവെടുക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അവിടുത്തെ ഒരു സന്നദ്ധ സംഘടനയുടെ നേതൃത്വത്തിൽ അവിടെ അവർക്ക് ജീവിക്കാൻ മാർഗ്ഗമില്ല എന്ന് പറഞ്ഞിട്ട് പിരിവ് നടത്താം. അതിനെക്കുറിച്ച് പറയല്ലേ, പിന്നെ ധന്യ മറ്റേ സ്വരാജിനെയൊക്കെ ഇസ്രായേലിലോട്ട് വിടാൻ വേണ്ടി ഇരിക്കുകയാണ്. അവര് ഇനി ഇറാനെ ഇനിയും അടിക്കാൻ ഇറാനെ രക്ഷിക്കാൻ സ്വരാജ് ഇവിടെ ഇനി നടക്കുമെന്ന് ഞങ്ങൾക്ക് ശേഷിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഇസ്രായേൽ ഇനിയും ഈ അവരെ അടിക്കാൻ വേണ്ടി നിൽക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. ഇറാന്റെ കയ്യിലാണെങ്കിൽ ഇപ്പോഴും മറ്റേ മിസൈലുകൾ. അതായത് ഒരു രഹസ്യാന്വേഷണ റിപ്പോർട്ട് വന്നിരുന്നു എന്തുകൊണ്ട് ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിച്ചു എന്നുള്ളത്. അതായത് അങ്ങനെ ചില റിപ്പോർട്ടുകൾ വന്നു. കാര്യം ഇറാന്റെ കയ്യിൽ നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറമുള്ള മിസൈലുകൾ സ്റ്റോക്ക് ഉണ്ടെന്ന്. അതാണ് അവരെ ക്ലസ്റ്റർ ബോംബുകൾ അയച്ചത്. അതായത് തൊടുക്കുമ്പോൾ ഒന്ന് കൊള്ളുമ്പോൾ 1000 സാധനമൊക്കെ ഉണ്ട്. ഇങ്ങനെ നോക്കിക്കുമ്പോൾ അവിടെ ഇവിടെ ഒക്കെ വന്ന് വീണൊന്നും ഇല്ലാണ്ട്. അതായത് ഇസ്രായേലിന്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം 520 മറ്റോ മിസൈലുകളാണ്, ബാലിസ്റ്റിക് മിസൈലുകളാണ് അങ്ങോട്ട് അവരുടെ പ്രദേശത്തേക്ക് വന്നത്. അതിൽ കുറെ എണ്ണമൊക്കെ അവർ വെടിവെച്ചിട്ടു, കുറെ എണ്ണമൊക്കെ അവരുടെ നെഞ്ചത്ത് തന്നെ വീണു. എന്നാലും 525 അല്ലെങ്കിൽ ആ ഒരു റേഞ്ച് മാത്രമേ വന്നിട്ടുള്ളൂ. അതിൻ്റെ ഇരട്ടിയോളം ഇനിയും അവരുടെ സ്റ്റോക്ക് ഉണ്ട്. അതെല്ലാം മറ്റേ ഈ ക്ലസ്റ്റർ എന്നൊക്കെ പറയില്ലേ, ക്ലസ്റ്റർ ബോംബ്. അതായത് വരുന്നത് ഒരു മിസൈലായിട്ടായിരിക്കും, അത് തുറന്നു കഴിയുമ്പോൾ ഒരു 10, 12, 26 മിസൈൽ, ചെറിയ മിസൈലുകളൊക്കെ ആയി എന്നൊക്കെയാണ് റിപ്പോർട്ട്. അപ്പോൾ ഈ പറയുന്ന ഇസ്രായേലിന്റെ അയൺ ഡോമിന് അറ്റ് എ ടൈം ഒരെണ്ണത്തിനെ അടിച്ചിടാൻ പറ്റുള്ളൂ. ഇത് വന്ന് പൊട്ടി 26 വന്ന് ബാക്കി 25 ഉറപ്പായിട്ടും എവിടെയെങ്കിലും ഒക്കെ ചെന്ന് വീഴുന്നിട്ടുണ്ട്. ജെറുസലേമിലും ടെലവീവിലും ഒക്കെ ഈ ക്ലസ്റ്റർ ബോംബുകൾ ഒരുപാട് വർഷിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇസ്രായേൽ കരുതുന്നത് പോലെയല്ല ഇറാനെ സംബന്ധിച്ചിട്ട് ഇറാന്റെ ആവനാഴിയിൽ ഒരുപാട് അത്യാധുനിക സംവിധാനങ്ങളുള്ള ആയുധക്കോപ്പുകൾ ഉണ്ട്. പക്ഷെ അവിടുത്തെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അവിടെ സ്വാതന്ത്ര്യമില്ല എന്നുള്ള ഒരു പ്രധാന പ്രശ്നം തന്നെയാണ്. ആ കാര്യത്തിലോട്ടാണ് ഇത് ട്രംപ് ഇപ്പോൾ കയറി ഇടപെട്ടിട്ടുണ്ട്. ട്രംപ് പറഞ്ഞ എന്താണെന്നറിയാവോ, തൽക്കാലം ഇറാനിലെ അധികാരമാറ്റം ഞങ്ങളുടെ പരിഗണനയിലില്ല, തൽക്കാലം ഇല്ല. അതുകൊണ്ട് ഈ പറയുന്ന നമ്മുടെ ഖമനേയിയെ വധിക്കുന്നത് അതേപോലുള്ള പരിപാടികൾക്ക് തൽക്കാലം ഇപ്പോൾ നിൽക്കുന്നില്ല. അത് ഞങ്ങളുടെ പ്രൈമറി ടാർഗറ്റ് അല്ല എന്നാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. ഖമനേയിയുടെ വധം ഞങ്ങളുടെ പ്രൈമറി ടാർഗറ്റ് അല്ല. അവിടെ ഒരു ഭരണമാറ്റം, ഭരണത്തെ അട്ടിമറിക്കൽ ഞങ്ങളുടെ ഉദ്ദേശത്തിൽ ഇപ്പോഴില്ല. തൽക്കാലം അവരെ ഇപ്പോൾ ആണവ നിർവ്യാപന കരാറിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുമാത്രമല്ല, അതിനെ അവരെ നിർബന്ധിതമാക്കുക. അതിന് വേണ്ടിയിട്ടാണ് അമേരിക്ക ശ്രമിച്ചത്. ഈ പറയുന്ന വലിയ ബോംബ് പൊട്ടിക്കലടക്കമുള്ള പരിപാടികളൊക്കെ ചെയ്തത് ഇതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ട്രംപ് അത് പറയുമ്പോഴാണ് സൂക്ഷിക്കാൻ. കൊന്നതിന് ശേഷമാണോ ഇത് പറയുന്നതെന്നും ആലോചിക്കണം. കാരണം ആ ഇരിക്കുന്ന ആള് ഖമനേയിയെ കൊന്നിട്ടില്ല. ഖമനേയി ഇതിനൊക്കെ ശേഷം വന്ന് പ്രത്യക്ഷപ്പെട്ടു. അത് മുൻകൂട്ടി തയ്യാറാക്കിയ വീഡിയോ അല്ലെന്നാണ് കരുതേണ്ടത്. ഒരു വീഡിയോയിൽ ഒരു പ്രസംഗിച്ചിട്ടുണ്ട്. പറയാൻ പറ്റൂല. ട്രംപ് എന്ത് പറഞ്ഞാലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോ. അല്ല, ഈ അവിടെയൊക്കെ പോയി ബോംബ് പൊട്ടിച്ചെന്ന് അവകാശപ്പെടുന്ന അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേൽ ഖമനേയിയെ വധിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ കാര്യം ആദ്യമേ പറയുമല്ലോ, ആഘോഷിക്കുമല്ലോ. അപ്പോൾ അത് ചെയ്തിട്ടില്ല എന്ന് തന്നെ വേണം കരുതാൻ. അല്ലെങ്കിൽ അയാൾ അതിന് ആ ഒരു പോയിന്റിൽ കിട്ടിയിട്ടില്ല. പക്ഷെ കിട്ടിയ കാച്ചു ഇല്ലില്ലാഹ അറിയില്ല എന്തായാലും കാണാം.